വിശദമായ വാർത്തകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ട്രെയിനിൽ പീഡന ശ്രമം, പ്രതിയെ പിടികൂടി. മലപ്പുറത്താണ് തിരൂരിൽ ട്രെയിനിൽ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമം നടന്നത്. അതിക്രമം നടത്തിയ അസം സ്വദേശി പങ്കജ് ദോളായി അറസ്റ്റിലായിട്ടുണ്ട്. RPFും തിരൂർ പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. പിടികൂടാനുള്ള ശ്രമത്തിനിടയിൽ പ്രതിയുടെ അടിയേറ്റ് RPF ASIക്ക് തലയ്ക്ക് പരിക്കേറ്റു. മുബഷിർ പി അക്ബർ വിവരങ്ങൾ നൽകും. മുബഷിർ, അടുത്ത കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ ട്രെയിനിൽ എത്ര ഇത്തരത്തിലുള്ള പീഡന ശ്രമങ്ങൾ, ഉപദ്രവിക്കാനുള്ള ശ്രമം, അശ്ലീല പദപ്രയോഗം, എത്ര വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തേതാണ് മലപ്പുറം തിരൂരിൽ സംഭവിച്ചത്. ശുചിമുറിയിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയി പീഡിപ്പിക്കാനുള്ള ശ്രമമാണ്. ഭാഗ്യം കൊണ്ട് മാത്രം അത് ചെറുത്തു രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. കൃത്യസമയത്തുള്ള RPFിന്റെയും പോലീസിന്റെയും ഇടപെടലില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ വലിയൊരു ദുരന്തം നമ്മൾ കേൾക്കേണ്ടി വരുമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇത് ആവർത്തിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഈ പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്താണെന്ന് സംഭവിച്ചത്? ഇന്നലെയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. മലപ്പുറം കുറ്റിപ്പുറം ഭാഗത്തു നിന്നും തിരൂർ ഭാഗത്തേക്ക് വരുന്ന ട്രെയിനിലുണ്ടായിരുന്ന യാത്രക്കാരിയായ സ്ത്രീക്ക് നേരെയാണ് ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമം ഉണ്ടാകുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് അസം ദിബ്രൂധാം സ്വദേശിയായിട്ടുള്ള പങ്കജ് ദോളായി എന്ന് പറയുന്ന 23 വയസ്സുള്ള യുവാവിനെയാണ് സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടി ഒരു സംഭവം ഉണ്ടാകുന്നു. ആളൊഴിഞ്ഞ ബോഗിയിലുണ്ടായിരുന്ന പ്രതി ഈ സ്ത്രീയെ ആദ്യം കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതിനിടയിൽ കീഴ്പ്പെടുത്തിയതിനു ശേഷം തൊട്ടപ്പുറത്തുള്ള ശുചിമുറിയിലോട്ട് കൊണ്ടുപോയി അവിടെ വെച്ച് പീഡിപ്പിക്കാനായിരുന്നു ശ്രമം. പക്ഷേ സ്ത്രീ പ്രതിരോധിക്കുന്നുണ്ട്, കുതറി മാറുന്നുണ്ട്. ഉടനെ തന്നെ ട്രെയിനിലുണ്ടായിരുന്ന മറ്റു യാത്രക്കാർ അവിടെ എത്തി അയാളെ പിടിച്ചു മാറ്റുന്നു. തൊട്ടപ്പുറത്തുണ്ടായിരുന്ന RPFിനെ വിവരം അറിയിക്കുന്നു. തിരൂർ സ്റ്റേഷനിലുണ്ടായിരുന്ന റെയിൽവേ സ്റ്റേഷനിലുണ്ടായിരുന്ന RPF ഉദ്യോഗസ്ഥർ ഉടനെ തന്നെ ഈ ട്രെയിനിലേക്ക് എത്തുന്നു. ഈ പ്രതിയെ പിടികൂടുന്നുണ്ട്. പ്രതിയെ പിടികൂടി ഈ RPFിന്റെ ഔട്ട് പോസ്റ്റിൽ കൊണ്ടിരുത്തുന്നുണ്ട്. ചില ഉദ്യോഗസ്ഥർ അവിടെ നിന്നും മാറിപ്പോയ സമയത്താണ് RPFിലെ തന്നെ ASI ആയിട്ടുള്ള ഉദ്യോഗസ്ഥനെ ഈ പ്രതിയായിട്ടുള്ള യുവാവ് ആക്രമിക്കുന്നത്. ഈ പ്രതി അവിടെ ഉണ്ടായിരുന്ന RPF ഉദ്യോഗസ്ഥരുടെ ഈ ലാത്തി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ RPF ഉദ്യോഗസ്ഥന്റെ തലക്കടിക്കുന്നത്. കൈക്ക് കടിച്ചു പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. RPF ASI ആയിട്ടുള്ള ശശിക്കാണ് ഈ ഒരു സംഭവത്തിൽ പരിക്കേറ്റത്. സംഭവത്തിന് തൊട്ടു പിന്നാലെ തൊട്ടടുത്ത് തന്നെയുള്ള തിരൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ അവിടെ എത്തിച്ചേരുന്നുണ്ട്. പ്രതിയെ കീഴ്പ്പെടുത്തുന്നുണ്ട്. അല്ലാത്ത പക്ഷം പ്രതി അവിടെ നിന്നും രക്ഷപ്പെടുമായിരുന്നു. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ പ്രതിയുടെ അറസ്റ്റ് തിരൂർ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇയാൾ അതിനുശേഷവും കുതറിമാറി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്.